ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു സുന്ദര നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഥയുടെ പേരാണ് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരണയിപ്പിക്കുന്ന കാലൊച്ച. ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിൽ എന്ന്. ആ കാലച്ച മറ്റാരുടെയുമല്ലായിരുന്നു, ലോകാനുഗ്രഹീത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. മരുഭൂമിയിലെ നടന്നു നീങ്ങുകയായിരുന്നു മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം കാടുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ എവിടുന്നോ ഒരു ഏങ്ങിക്കരച്ചിലിൻ്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ അവിടെ ഒരു മാൻമേട കടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ ഒരു മാൻപേട വലയിൽ അകപ്പെട്ടിരിക്കുന്നു. ആ മാൻപേട തങ്ങളെ കണ്ടതോടുകൂടി കരച്ചിലിന് ശബ്ദം കൂട്ടാനും കണ്ണീരൊഴുക്കിക്കൊണ്ട് തങ്ങളോട് പറഞ്ഞു, ഞാൻ പ്രസവിച്ചിട്ട് വെറും 3 ദിവസമായിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ് ഞാൻ അവർക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരാം. താങ്കൾ എന്നെ മോചിതനാക്കിയാലും. ഉടനെ തങ്ങൾ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ വെറുതെ വിടൂ. ഇതതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരും. ഹാ, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന് ആലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ഈ മാനിനെ ഞാൻ തിരിച്ചു വിടാം. ഇത് വന്നില്ലെങ്കിൽ പകരം നിങ്ങൾ ജാമ്യം നിൽക്കുമോ? പുഞ്ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ ജാമ്യം നിൽക്കാം. വീണ്ടും മലമേടൻ ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ തങ്ങളെ ഞാൻ അറുത്തു കളയുമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആ മലമേടൻ മാനിനെ അഴിച്ചു വിട്ടു. മാൻപേട വേഗത്തിൽ ഓടി മറിഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടൻ്റെ കടാന പുന്നാരി നബി തങ്ങളുടെ കവത്തിലേക്ക് നീളാൻ തുടങ്ങി. അപ്പോഴതാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് മാൻപേട ഉടനെ തിരിച്ചു വരുന്നു. ഇത് കണ്ടു നിന്ന മലമേടൻ അമ്പരന്നു പോയി. എന്തൊരു അത്ഭുതമാണ്! മലമേടൻ തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഞാനാണ് ലോകാന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ഉടനെ ആ മലമേടൻ മാനിനെ അഴിച്ചു വിടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. എൻ്റെ ഈ കൊച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.